സാധിച്ചു. പിന്നെ എടുത്തു പറയത്തക്ക ഇതിന്റെ കാസ്റ്റിംഗ് ആണ്. അതായത് ഈ കഥാപാത്രങ്ങളെല്ലാം സൂട്ടബിൾ ആയിട്ട് കഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. ഓരോ നിമിഷവും നമ്മൾ ആകാംക്ഷയുടെ മുൾമുനയെ നിർത്തിക്കൊണ്ട് ഒരു നിമിഷം പോലും ബോറടിക്കാതെ അവസാനം വരെ എന്ത് സംഭവിക്കുമെന്നുള്ള കണ്ടിരിക്കാനുള്ള ഒരു ഒരു ആകാംക്ഷ ഉണ്ടാക്കിയ പടം. സൂപ്പർ പടം, ത്രില്ല് പടം. ആനന്ദ് പോലെ കണ്ടിറങ്ങിയാണല്ലോ കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷമായി. ഇത്രയും നല്ലൊരു സ്റ്റോറി ബേസ്ഡ് ആ ഡയറക്ഷൻ, അതിന് ഒത്തൊരു നായകൻ. എന്ന് വെച്ചാൽ അർജുന അശോകന്റെ ഇതൊരു ഏറ്റവും നല്ലൊരു മൂവി എന്ന് തന്നെ പറയാം. നമ്മുടെ അഭിലാഷ് പിള്ളയുടെ ഈ സ്റ്റോറിയിൽ വിഷ്ണു ഡയറക്ഷൻ ചെയ്യുന്ന ഒരു അടിപൊളി സസ്പെൻസ് ത്രില്ലറാണ്. മേക്കിംഗ് ഒന്നും ഒരു രക്ഷയില്ല. അത്രയും നല്ല ഇതിലാണ് അത് ചെയ്തു വെച്ചത്. പിന്നെ ആക്ട് ചെയ്ത എല്ലാവരും, അസീസ് ആയിക്കോട്ടെ, പിന്നെ എല്ലാവരും ഒരു രക്ഷയില്ല. സിദ്ദിഖ് സ്റ്റോറി ബേസ് ഒക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്റ്റോറി ബേസ് ആണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് തിയേറ്ററിൽ തന്നെ വന്നതാണ്. മസ്റ്റ് വാച്ച്. പടം കൊള്ളാം. നല്ല സിനിമയത്. എന്താണ്, ഒരു ക്രൈം ത്രില്ലർ ആണെങ്കിൽ അറിയാലോ എങ്ങനെയായിരിക്കും കുറ്റാന്വേഷണം, പോലീസ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള നമ്മൾ എന്താണ് സീറ്റ് എഡ്ജ് ത്രില്ലർ എന്നൊക്കെ പറയുന്ന ഒരു. അപ്പൊ ഇതിനകത്ത് ത്രില്ലിങ് എലമെന്റ്സ് ഉണ്ട്. രഞ്ജിൻ രാജിന്റെ മ്യൂസിക് ആണെങ്കിലും കൊള്ളാം. ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് അടിപൊളി പരിപാടിയാണ്. പിന്നെ എന്താണ്, വിഷ്ണുവിനെ പുള്ളിക്കാരൻ്റെ ആദ്യത്തെ സിനിമയാണെന്ന് പറയില്ല. അതായത് നമ്മുടെ ഡയറക്ടർ വിനയൻ സാറിന്റെ മകനാണ്. പിന്നെ ഇതിനകത്തുള്ള ആർട്ടിസ്റ്റുകളാണെങ്കിൽ അസീസ് നെടുമങ്ങാട്, പിന്നെ നന്ദു, പിന്നെ എന്താണ് കാവേരി മാം ആണെങ്കിൽ കുറെ നാൾ കൂടിയിട്ടാണ് പുള്ളിക്കാരിനെയൊക്കെ സ്ക്രീനിൽ കാണുന്നത്. കൊള്ളാം. ഓൾ ടുഗദർ ഒരു മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് ആണ് പറയാനുള്ളത്. പിന്നെ എന്താണ്, എല്ലാ തരം ഓഡിയൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ആനന്ദ് ശ്രീബാല. എല്ലാവരും തിയേറ്ററിൽ തന്നെ ഈ സിനിമ വന്ന് കാണണമെന്നാണ്.